ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എസ് രാജമൗലി, മഹേഷ് ബാബു ചിത്രത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിരിക്കുകയാണ്. അതും മലയാളികൾക്ക് ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തുവിട്ടിട്ടുള്ളത്. കുംഭ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ അതാണ് ചർച്ച ചെയ്യുന്നത്. അതെ, ആ ഒരു പോസ്റ്റർ കാണുമ്പോഴേ ഒരു ഭിന്നശേഷിക്കാരൻ്റെ എല്ലാ ഇതും കാണും ചെയ്യും. അതേസമയം എത്രത്തോളം ക്രൂരമാണ് ആ കഥാപാത്രം, പ്രധാന വില്ലൻ ആണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അത് എത്രത്തോളം ക്രൂരതയുള്ള വില്ലനാണെന്ന് കാണിച്ചു തരുന്ന ആ ഒരു വീൽ ചെയറിൻ്റെ ഒക്കെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പിന്നിന്നൊക്കെ കൈകൾ വരുന്ന പോലെ തോന്നും നമ്മൾക്ക്. പൃഥ്വിരാജിൻ്റെ ആ ലുക്ക് കാണുമ്പോഴേ, പ്രത്യേകിച്ച് എസ് രാജമൗലിയും കൂടെ ആവുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തരത്തിലായിരിക്കും. അത്രയും വലിയൊരു വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് ഈ ഗ്ലോബ് ട്രോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു ഹാഷ്ടാഗ് കണ്ടപ്പോൾ ഞാനും പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ആ കുംഭ എന്നുള്ള പേരിന്റെ താഴെയാണ് ഈ ഗ്ലോബ് ട്രോട്ടർ എന്ന് പറയുന്ന ആ ഒരു ഹാഷ്ടാഗ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ഇനി സിനിമയുടെ പേര് എന്നുള്ളതാണ്. പക്ഷെ സ്പിൽബർഗ് ആണ് ടൈറ്റിൽ പ്രഖ്യാപിക്കുക എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടിയൊക്കെ നമുക്ക് രാജമൗലി സിനിമകളുടെ പേരുകളുടെ ഒരു പാറ്റേൺ അറിയാലോ. എന്നിരുന്നാൽ കൂടി ഇതൊരു ഹോളിവുഡ് ടച്ച് ഈ ഒരു സിനിമയ്ക്കുണ്ട്. പ്രിയങ്ക ചോപ്രയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതൊരു പേരാണോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മീനിങ് ഗൂഗിളിൽ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുള്ള സഞ്ചരിക്കുന്ന ആളുകളെ പറ്റി പറയുന്ന ഒരു പേരാണത്. പണ്ട് 1870s അതേ പേരിലുള്ള ഒരാളാണ് ഏറ്റവും കൂടുതൽ കൺട്രീസ് കവർ ചെയ്തിട്ടുള്ളത്, യാത്ര ചെയ്തിട്ടുള്ളത് എന്നൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതായിരിക്കുമോ സിനിമയുടെ പേരെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആണ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി അത്തരത്തിലുള്ള ഒരു ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ സിനിമയിൽ വരാൻ പോകുന്നത്? ഇനി ഇതുപോലെ ടൈം ട്രാവലിംഗ് ആണോ? കാരണം വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ സിനിമയിൽ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നമുക്ക് രാജമൗലി സിനിമകൾ അറിയാമല്ലോ. ഈച്ച പോലൊരു സിനിമ അത്തരത്തിലൊരു പടമൊക്കെ എടുത്ത ഒരാളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇനി ഏത് വർഷത്തെ കഥയാണോ പറയാൻ പോകുന്നത്, പുറകോട്ടാണോ പോകുന്നത്, മുമ്പോട്ടാണോ പോകുന്നത്, എന്താണെന്നൊന്നും അറിയില്ല. അതെ, ആ ഒരു കഥാപാത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജും അതാണല്ലോ, ഇതൊരു ടൈം ട്രാവൽ ആവാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു സഞ്ചാരത്തിൻ്റെ സിനിമയായിരിക്കും. അതിൻ്റെ ഒരു ടൈറ്റിൽ ടാഗായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ശത്രുക്കളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ പോകുന്ന ഒരു മഹേഷ് ബാബു ആണല്ലോ നായകൻ. പൃഥ്വിരാജ് വില്ലനായിട്ട് വരുമ്പോൾ നായകനെ മറച്ചു വെക്കുന്ന ഒരു അഭിനയമായിരിക്കും എന്ന് സംശയമുണ്ട്. കാരണം എസ് രാജമൗലി ഈ പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ ഷോട്ട് കണ്ടപ്പോൾ തന്നെ, ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത് പോയിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച നടനാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ടാണ് എസ് രാജമൗലി പോസ്റ്റർ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നായകനെ കടത്തി വെട്ടുന്ന ഒരു വില്ലനായിരിക്കുമോ സിനിമയിൽ എന്നുള്ളതും നമ്മൾ നോക്കിക്കാണും. അല്ലാതെ നമ്മൾ എല്ലാ കാലത്തും രാജമൗലി സിനിമകൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, എങ്ങനെ നോക്കിയാലും വില്ലൻ എന്ന് പറയുന്നത് അത്രയും ഡാർക്കായിട്ടുള്ള, അത്രയും വന്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന അപ്പുറം കാര്യങ്ങൾ ചെയ്യുന്ന വില്ലന്മാരെ തന്നെയാണ് എല്ലാ സിനിമയിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ധീര സിനിമയിൽ നമുക്കറിയാം, ബാഹുബലിയിൽ നമുക്കറിയാം, അതുപോലെ ഈച്ച സിനിമയിൽ അറിയാം, ഇപ്പൊ ലാസ്റ്റ് വന്ന RRRലാണെങ്കിലും ഒക്കെ ഓപ്പോസിറ്റ് സൈഡ് എത്രമാത്രം ശക്തമാകുന്നു അതനുസരിച്ച് നായകനും പ്രാധാന്യം കൂടും എന്നുള്ള കാര്യം നന്നായി അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിലൊക്കെ വ്യക്തമാണ്. വില്ലൻ ശക്തമാകുന്നതിനനുസരിച്ചാണ് കഥയും മുന്നോട്ട് പോകുന്നത്. നായകനോളം തന്നെ പ്രാധാന്യം രാജമൗലി സിനിമകളിലെ വില്ലന്മാർക്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജിലേക്ക് വരുവാണെങ്കിൽ, പൃഥ്വിരാജ് ഇതിനു മുന്നേ മനോഹരമായിട്ടുള്ള എന്നല്ല, വെറുപ്പിച്ചിട്ടുള്ള ഒരുപാട് നല്ല വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കനാക്കണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് കരിയറിൻ്റെ തുടക്കത്തിൽ യാതൊരു തരം ഇൻഹിബിഷനും ഇല്ലാതെയാണ് പൃഥ്വിരാജ് ഒരു വില്ലൻ വേഷം ചെയ്തത്. അതായത് ഒരു നായകൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ ഇങ്ങനെ ഉദിച്ചു വരുമ്പോഴാണ് തമിഴിൽ കനാക്കണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലൻ വേഷം അത്രയും ക്രൂരനായിട്ട് എത്തുന്നത്. തമിഴിൽ തന്നെ കാവ്യ തലവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ, ഈ രണ്ട് സിനിമകളും ഞാൻ പൃഥ്വിരാജിൻ്റെ ആ ഒരു നെഗറ്റീവ് വേർഷനെ നന്നായിട്ട് വെറുത്തിട്ടുണ്ട് എന്ന് പറയും. എനിക്ക് അതുപോലെ ഇഷ്ടമുള്ള ഒരു സിനിമയാണ് രാവൺ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ അകത്ത് ഐശ്വര്യ റായിയുടെ ഒപ്പം നിന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഫേസിൽ ഭയങ്കര നല്ലൊരു ഹസ്ബൻഡായിട്ടും അതിനുശേഷം മാറുന്ന ഒരു മാറ്റം, അതൊരു രാമായണത്തിന്റെ ഒരു വേറൊരു രീതിയിലാണ് ആ സിനിമ എടുത്തിട്ടുള്ളതെങ്കിൽ പോലും അതിലും പൃഥ്വിരാജിന്റെ കുറച്ച് സീനുകളെ ഉള്ളെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് പൃഥ്വിരാജ് അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെയും കുറെ ഗ്രേ ഷെയ്ഡഡ് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. ഇപ്പം മെമ്മറീസ് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ നായകൻ അദ്ദേഹം ആണെങ്കിൽ പോലും ഒരു ഗ്രേ ഷെയ്ഡ് അവതരിപ്പിക്കാൻ നല്ല രീതിയിൽ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. മുംബൈ പോലീസ് എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ തുടക്കത്തിൽ വരുന്ന ആ ഒരു കഥാപാത്രത്തെ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും ക്രൂരനായിട്ടുള്ള ഒരു
പോലീസ് ഓഫീസർ വരുന്നു. പിന്നെയാണ് കഥയുടെ ചുരുളുകൾ അഴിഞ്ഞു പോകുന്നതും കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിലേക്ക് അത് പോകുന്നതും ഒക്കെ. പക്ഷെ വില്ലൻ കഥാപാത്രം പൃഥ്വിരാജിന്റെ കയ്യിൽ ഭദ്രമാണെന്നുള്ളതിന് നമുക്ക് ഒരുപാട് തെളിവുകൾ മുമ്പിലുണ്ട്. അതിനെ കൂടുതൽ നമുക്ക് ഉറപ്പ് നൽകുന്നതാണ് ഈ ഒരു പോസ്റ്റർ തന്നെ. അതിൽ തന്നെ ഉണ്ട് അത്രയും ക്രൂരനായിട്ടുള്ള ഒരു കഥ. എനിക്കൊന്ന് വളരെ സെൽഫിഷ് ആയിട്ട് ലോകത്തെ കാണുന്ന ഒരാളുടെ ഫേസ് ആ ഒരു ചിത്രത്തിലുണ്ട്. അതെ, പൃഥ്വിരാജനെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഷെയർ ചെയ്തിരിക്കുന്ന ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു മാനസികാവസ്ഥയിലുള്ള സങ്കീർണമായിട്ടൊരു കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ ഈ ഒരു കഥാപാത്രം കുംഭ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പൃഥ്വിരാജ് ആ പോസ്റ്റർ ഷെയർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോസ്റ്റർ കണ്ടാലും മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കണ്ടതല്ല, അതല്ലാത്തൊരു പൃഥ്വിരാജിനെ ഇതിലേക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ആ പോസ്റ്ററും കാണിച്ചു തരുന്നത്. ഇതൊരു ആഫ്രിക്കൻ അഡ്വഞ്ചർ സിനിമ, പിന്നെ ഒരു അമേരിക്കൻ ഫ്രാഞ്ചൈസിയുടെയൊക്കെ ഒരു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹോളിവുഡ് ടച്ച് പ്രിയങ്ക ചോപ്രയ്ക്ക് അപ്പുറത്തേക്ക് ഇതിൻ്റെ മേക്കിങ്ങിലും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് എല്ലാ കാലത്തും ടെക്നോളജിയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയെ തന്നെ ബാഹുബലിക്ക് മുമ്പും ശേഷവും എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലോകത്തേക്ക്, ഇപ്പം അവിടെ അവതാർ ഉണ്ടായതുപോലെ, ഹോളിവുഡിൽ അവതാറൊക്കെ ഉണ്ടായതുപോലെ അങ്ങനെ ഒരു വിസ്മയമൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരു കാലത്താണ് ഈ ഒരു സിനിമ വരുന്നത്, ബാഹുബലി വരുന്നത്. ബാഹുബലി 2 ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ടെക്നോളജി എങ്ങനെ അഡ്വാൻസ്ഡ് ആകുന്നു അതനുസരിച്ച് സിനിമയെയും ഒക്കെ അങ്ങനെ ആ ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുപോകാൻ രാജമൗലിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പേടി എനിക്കുള്ളത്, രാജമൗലിയുടെ സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ ഒരു അഭിനേതാവിന്റെ ബെസ്റ്റ് നമ്മൾ കണ്ടു കഴിയാറുണ്ട്. അതിനുശേഷം ചെയ്യുന്ന സിനിമകൾക്കൊന്നും അത്രത്തോളം എത്താൻ പറ്റില്ല എന്നൊരു പ്രശ്നം എപ്പോഴും വരാറുണ്ട്. പക്ഷെ ഇതിൽ വില്ലൻ ആയതുകൊണ്ട് പൃഥ്വിരാജിനെ കുറച്ചുകൂടി പേടിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രഭാസിന്റെ എല്ലാം കാര്യം പറഞ്ഞതുപോലെ അതെന്തുകൊണ്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബെസ്റ്റ് എടുക്കുവാണല്ലോ. പിന്നെ ഒരു സിനിമ വരണമെങ്കിൽ ഇതിന്റെ മേലെ നിൽക്കണം, അപ്പോഴേ ഇത് ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം പൃഥ്വിരാജിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ വേഷങ്ങളിലും ഒരു ഗ്രാഫ് കാണാം ഇങ്ങനെ ഉയർന്നു പോകുന്നത്. അതിന്റെ ഏറ്റവും ക്രൂരനായ ഒരു വേർഷനാണ് ഇപ്പം വരാൻ പോകുന്നതെന്നുള്ളൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇതില് പാരലൈസ്ഡ് ആയിട്ടോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖബാധിതനായിട്ടോ ഭിന്നശേഷിക്കാരനായിട്ടാണ് വരുന്നത്. മുഴുനീളം ഭിന്നശേഷിക്കാരനാണെന്ന് തോന്നുന്നു. കാരണം രാജമൗലി ഇട്ടേക്കുന്ന പോസ്റ്റിൽ ഈ വീൽ ചെയറിലേക്ക് കയറിയതിന് നന്ദി എന്നുള്ളത്, അതായത് നമ്മൾ പറയാ ഈ കഥാപാത്രത്തിന്റെ ഇതിലേക്ക് എത്തിയതിന് എന്നല്ല, ഈ വീൽ ചെയറിലേക്ക് കയറിയതിന് നന്ദി എന്നും പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റർ ഷെയർ ചെയ്തത്. അവിടെ ഒരു വെല്ലുവിളി ഉണ്ട്. കാരണം നമുക്ക് ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ ശരീരഭാഷ കൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല, ഫേഷ്യൽ എക്സ്പ്രഷൻസിനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ പൃഥ്വിരാജിന്റെ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വെർഷൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ മഹേഷ് ബാബുവിന്റെ ഇപ്പൊ ഈ സിനിമയ്ക്ക് നിലവിൽ ടൈറ്റിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് SSMB 29 എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. 29ാമത്തെ അദ്ദേഹത്തിന്റെ ചിത്രമായിട്ടാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ രാജമൗലി ഇപ്പൊ നമുക്ക് മുൻപ് തന്നിട്ടുള്ള സിനിമകളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ 10 മിനിറ്റിലും ഒരു ഗൂസ് ബംസ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് വെറുതെ കാണുന്നില്ല, ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് തരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്. നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ ആ ഒരു കഥയുടെ ഒഴുക്കിൽ ഇങ്ങനെ പോകുന്നു, പിന്നെ ഒരു സമയം എത്തുമ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു, പിന്നീട് ചിലപ്പോൾ സിനിമയുടെ വേഗം കൂടുന്നു, അങ്ങനെയൊക്കെയാണ്. രാജമൗലി സിനിമകളിലെല്ലാം തുടക്കത്തിലേ നമുക്കൊരു അഡ്രിനാലിൻ റഷ് തരും. 10 മിനിറ്റ് കൂടുമ്പോൾ വീണ്ടും ഇത് കിട്ടും. അതിൽ നിന്ന് നമുക്ക് വില്ലന്മാരെ നമുക്ക് വെറുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. നമുക്ക് അവരുടെ പെർഫോമൻസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന് ഈ ഒരു കഥാപാത്രം കൂടുതൽ ആപ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഒരു പാൻ ഇന്ത്യൻ തലത്തിലേക്ക് മാറിക്കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മലയാള സിനിമയെ പാൻ ഇന്ത്യൻ തലത്തിൽ എത്തിക്കണം എന്നുള്ളത്. ഞാൻ വളരുക എന്നതിനപ്പുറം മലയാള സിനിമയും വളർത്തണം എന്ന് ആഗ്രഹിച്ചൊരു നടനും സംവിധായകനുമാണ് പൃഥ്വിരാജ്. അപ്പൊ നിർമ്മാതാവുമാണ് പൃഥ്വിരാജ്. അപ്പൊ ഈ ഒരു സിനിമയിലൂടെ മലയാളത്തിനപ്പുറത്തേക്ക് മലയാള നടൻ, ഇപ്പൊ എനിക്ക് ഒരു അഭിമാനം തോന്നിയത് പ്രിയങ്ക ചോപ്രയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒരുപാട് ഹോളിവുഡ് സ്റ്റാർസിനൊപ്പമുള്ള ഫോട്ടോകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം കാണുന്നത്. അതിലേക്ക് പൃഥ്വിരാജിൻ്റെ ഒരു പോസ്റ്റർ വന്നപ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റുകളും കാണുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ പൃഥ്വിരാജ് ആഗ്രഹിച്ചത് നേടി എന്നുള്ളൊരു ഫീല് കിട്ടി. നമ്മൾ മുമ്പൊക്കെ പറയുമല്ലോ, പണ്ട് പല പേരുകളിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ മാറ്റി വിളിപ്പിച്ചു, അല്ലെങ്കിൽ 10 വർഷം മുമ്പേ തൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് അദ്ദേഹം പ്രവചിച്ചു, ഇലുമിനാന്റി ആണോ എന്നൊക്കെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ അദ്ദേഹം പല ഇന്റർവ്യൂസിൽ ഇന്ന സംവിധായകരുമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ ഇന്ന സിനിമയുടെ കഥ അറിയാന്നൊക്കെ പറയുമ്പോഴും ഒരു സമയത്ത് അതിനെ പുകഴ്ത്തിയിട്ട് പിന്നീട് ഇകഴ്ത്തുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ 1-2 സിനിമയിൽ പരാജയപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ എമ്പുരാൻ എന്ന സിനിമയുടെ വിവാദമൊക്കെ വന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞ ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ മറികടന്ന് വീണ്ടും അദ്ദേഹം സിനിമാ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു. മലയാള സിനിമ എന്ന് വെച്ചാൽ ഒരു മലയാളം ആക്ടറായിട്ട് തന്നെയാണല്ലോ അദ്ദേഹം ബേസിക്കലി അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ പല സിനിമകളും കാന്താര പോലെയുള്ള സിനിമകൾ
സിനിമകളൊക്കെ മലയാളത്തിലേക്ക് എത്തിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസ് വഴിയും ഒക്കെയാണ് വിതരണത്തിന് എത്തിക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പൃഥ്വിരാജ് സുകുമാരൻ ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ രാജമൗലിയോടൊപ്പം മുമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രശാന്ത് നീലിനോടൊപ്പം KGF-ന്റെ ഡയറക്ടറോടൊപ്പം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു അഭിമുഖം എടുക്കാൻ SS രാജമൗലിയാണ് വന്നിരുന്നത്. ഒരുപക്ഷെ അന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാവില്ല അടുത്ത തവണ രാജമൗലിയുടെ ഒരു സിനിമയുടെ അഭിമുഖത്തിനായിരിക്കും താൻ പോയിരിക്കുക എന്നുള്ളത്, ഒരുമിച്ചായിരിക്കും പോയിരിക്കുക എന്നുള്ളത്. ശരിക്കും ഇനി വരാൻ പോകുന്ന പ്രൊമോഷണൽ ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, അത് എങ്ങനെയായിരിക്കും എന്ന് അറിയാനായിട്ട്. അല്ലെങ്കിലും SS രാജമൗലി സിനിമകൾക്ക് ഒരു ഗ്ലോബൽ ടച്ച് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ അംഗീകാരങ്ങൾ എപ്പോഴും കിട്ടാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ RRR ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടും. ഇപ്പോൾ ഈ സിനിമ നേരിട്ട് ഒരു ഇന്റർനാഷണൽ മേക്കിംഗ് സ്റ്റൈൽ ഓഫ് മേക്കിംഗ് വരുമ്പോൾ ഈ സിനിമ തീർച്ചയായിട്ടും ആ ലെവലിലേക്ക് ശ്രദ്ധിക്കപ്പെടും. അപ്പം പൃഥ്വിരാജ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു കഥാപാത്രത്തെ കൂടിയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ്. പൃഥ്വിരാജ് തീർച്ചയായിട്ടും മലയാളത്തിന്റെ അഭിമാനം കാക്കൂന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ തന്നെ കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.